നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വഴുതിനിങ്ങ കറി ഉണ്ടാക്കാം. സാധാരണ നമ്മൾ തയ്യാറാക്കണ വഴുതിനിങ്ങ കറിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കണത് കേട്ടോ. അപ്പോൾ വഴുതിനിങ്ങ തൈരൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കണത്. വഴുതിനിങ്ങ കുറേ പേർക്ക് ഇഷ്ടമല്ല എനിക്കറിയാം, പക്ഷെ ഇഷ്ടമില്ലാത്തവർ ഈ ഒരു കറി ഒന്ന് തയ്യാറാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ഈ വഴുതിനിങ്ങ കറി ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വഴുതിനിങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറിയ ടൈപ്പോ വലുതോ ഏതാണെങ്കിലും ഉപയോഗിക്കാം. നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ ഈ ഒരു തണ്ട് ഭാഗം കളയുന്നില്ല കേട്ടോ, അതങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. ഇപ്പോൾ വലിയ വഴുതിനിങ്ങ കാരണം ഇതുപോലെ ചെയ്യാം. ഒന്നും കൂടി കട്ട് ചെയ്യാണെങ്കിൽ ഒരുപാട് വണ്ണത്തിൻ്റെ ആവശ്യമില്ല, ഇതുപോലെ ഉള്ള കഷ്ണങ്ങളാക്കാം. കനം കുറച്ചിട്ട് 300 ഗ്രാമോളം അളവിലുള്ള വഴുതിനിങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലേക്കൊന്നും മുറിച്ചിടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് കുറച്ച് സമയം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കളർ മാറി ഒരു കറുത്ത കളർ വരുമല്ലോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. അതുപോലെ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ തന്നെ ഞാൻ ചേർക്കുന്നുള്ളൂ, ഒരുപാട് ചേർക്കുന്നില്ല അതിലേക്ക്. ഇതെല്ലാം കൂടി നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വയ്ക്കണമൊന്നുമില്ല, ഇപ്പോൾ തന്നെ റെഡിയാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് വഴുതിനിങ്ങ ഉണ്ടല്ലോ, ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് അളവിൽ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു വഴുതിനിങ്ങ ആവശ്യത്തിനൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം സെയിം കടായിൽ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുക. സവോള ഒന്ന് വഴന്നു നോക്കാം. പിന്നെ ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈരിൻ്റെ കട്ടകളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, തൈര് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈരൊന്നുമല്ല ഞാൻ എടുത്തിരിക്കുന്നത്, നല്ല കട്ടിയുള്ള തൈര് തന്നെ ഉപയോഗിക്കാം. അധികം പുളിയില്ലാത്ത തൈരായിരിക്കും ഇതിന് നന്നായിട്ട് വരും. അപ്പോൾ നമ്മുടെ തൈര് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മിക്സായിട്ട് വരണുണ്ടോ. സവോള റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ നോക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടോ, സവോള ഇതുപോലെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടോടെ കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് തണുത്തതിന് ശേഷം മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് തണുത്ത് വരട്ടെ, ആ ഭയങ്കരമായിട്ടുള്ളൊരു ചൂടുണ്ടല്ലോ അതൊന്ന് മാറി വരണം, അത്രയും മതി. ഇപ്പോൾ വേണ്ട, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ തൈരും മസാലയും ആയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സവാളയും
തൈരും ഈ മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചൂടായിട്ട് വരുന്തോറും ഇതൊന്ന് ലൂസായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് തുടങ്ങണ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തൈര് പിരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മതി. അതായത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പിരിഞ്ഞൊന്നും പോവില്ല. അത് ഇതുപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതിനങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആക്കി ഇട്ടാണ് നമ്മൾ എടുക്കണത്. അപ്പോൾ ഈ ഒരു മസാല കാര്യങ്ങളൊക്കെ ഈ ഒരു വഴുതിനങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. ഇനിയിപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്താലും മതി കേട്ടോ. ഈ ഒരു വാട്ടർ കണ്ടന്റ് പോകണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഈ ഒരു കറി ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് നന്നായിട്ട് വരിക. പിന്നെ നിങ്ങൾക്ക് ലിക്വിഡ് ആയിട്ടുള്ള ചാറ് കറി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ തൈര് ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കണ്ട, ആ ഒരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതുള്ളൂ. പക്ഷേ വെള്ളം ഒഴിച്ച് തയ്യാറാക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും. ഇനി ഞാനിത് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഒന്നും കൂടി ഡ്രൈ ആയിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മതി കേട്ടോ. അപ്പോൾ ഈ വഴുതിനിയെ കണ്ടോ, ഇത് ഓൾറെഡി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. പക്ഷേ ഈ മസാല കാര്യങ്ങളെല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മല്ലിയില താല്പര്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വഴുതിനിങ്ങയും തൈരൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ ദഹി ബൈഗൻ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതിനിങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടെ. എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.